السلام عليكم ورحمة الله وبركاته. إن الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ളവരെ, നമ്മളിന്ന് വായിക്കാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള വിഷയം കിതാബ് നൂർ ഉസ്താദ് പറഞ്ഞതുപോലെ തജ്വീദിലുള്ള ഒരു ചെറിയ മത്തനാണ്. തുഹ്ഫത്തുൽ അത്ഫാൽ എന്ന് പറയുന്ന ഗ്രന്ഥം. ഈ ഗ്രന്ഥം നമ്മുടെ ഇവിടെ ഈ കോളേജിൽ സിലബസിലുണ്ട്. നമ്മുടെ വിദ്യാർത്ഥികളെല്ലാം ഹിഫ്ലാക്കിയ ഗ്രന്ഥമാണ്, പഠിച്ച ഗ്രന്ഥമാണ്. തജ്വീദ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു തുടക്ക ഗ്രന്ഥം എന്നതിനാലാണ് ഈ ഗ്രന്ഥം നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഈ ഗ്രന്ഥത്തിൻ്റെ ഇജാസ നമ്മൾ പറഞ്ഞതുപോലെ, നൂർ ഉസ്താദ് പറഞ്ഞതുപോലെ ഇജാസ, നൂർ ഉസ്താദിന്, ഇൽഹാർ ഉസ്താദിന്, ഇന്നാം ഉസ്താദിനൊക്കെ ഇതിൻ്റെ ഇജാസയുണ്ട്, സനദുണ്ട്. അത് പഠിച്ചു കഴിഞ്ഞവർക്ക് ഈ കിതാബ് ഹിഫ്ലാക്കുകയും ക്ലാസ് കേട്ടിട്ട് എക്സാമിന് പങ്കെടുക്കുകയും ചെയ്ത് പാസ്സായവർക്ക് ഉസ്താദുമാർ അതിൻ്റെ ഇജാസ നൽകും. അപ്പം അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ കിതാബ് ഇവിടെ ഇന്നത്തെ ദായി മീറ്റിലെ ഒരു വിഷയമായി നിശ്ചയിച്ചിട്ടുള്ളത്. നമ്മൾ വിദ്യാർത്ഥികൾ തന്നെ ദായിമാരും ഇതേപോലെ ഈ കിതാബ് മുഴുവനായി ഹിഫ്ലാക്കുകയും പരീക്ഷയിൽ അറ്റൻഡ് ചെയ്ത് മാർക്ക് വാങ്ങുകയും ചെയ്താൽ ദായിമാർക്കും ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ഇജാസ, ഇതുപോലെ തന്നെ മറ്റ് പല ഗ്രന്ഥങ്ങളുടെയും ഇജാസ ഉള്ള ഉസ്താദുമാരാണ് നമ്മുടെ ഉള്ള ഉസ്താദുമാർ. അതിൻ്റെ ഇജാസയും അവർ തരുന്നതാണ് ഇൻഷാ അല്ലാഹ്. നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ് ആരംഭിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. تحفة الأطفال والغلمان في تجويد القرآن لسليمان بن حسين بن محمد الجمزوري رحمه الله. بسم الله الرحمن الرحيم. يقول راجي رحمة الغفور دوما سليمان هو الجمزوري. الحمد لله مصليا على محمد وآله ومن تلا. وبعد هذا النظم للمريد في النون والتنوين والمدود. سميته بتحفة الأطفال عن شيخنا الميهي ذي الكمال. أرجو به أن ينفع الطلاب والأجر والقبول والثواب. ആദ്യത്തെ 5 വരി ആമുഖമാണ്, മുഖദ്ദിമയാണ്. യഖൂലു റാജി റഹ്മത്തിൽ ഗഫൂരി, ഗഫൂറിൻ്റെ റഹ്മത്തിനെ പ്രതീക്ഷിക്കുന്ന ആള് പറയുന്നു. ദൗമൻ നിത്യവും, സുലൈമാനു ഹുവൽ ജംസൂരി, സുലൈമാൻ ഇബ്നു ഹുസൈൻ അൽ ജംസൂരി റഹ്മത്തുള്ളാഹിയാണ് ഈ കിതാബിൻ്റെ ഗ്രന്ഥകർത്താവ്. അദ്ദേഹം പറഞ്ഞു യഖൂലു റാജി റഹ്മത്തിൽ ഗഫൂരി. ഗ്രന്ഥം അദ്ദേഹം ആരംഭിക്കുന്നത് അള്ളാഹുവിൽ എല്ലാവിധ പ്രതീക്ഷകളും അർപ്പിച്ചിട്ടാണ്. 2 കാര്യങ്ങളാണ് സുലൈമാൻ ഇബ്നുൽ ഹുസൈൻ അൽ ജംസൂരി റഹ്മത്തുള്ളാഹി അലൈഹി അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഒന്ന് അള്ളാഹുവിൻ്റെ റഹ്മത്താണ്, 2 അള്ളാഹുവിൻ്റെ മഗ്ഫിറത്താണ്. റജാ യർജു, റജാ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കുക, ആഗ്രഹിക്കുക. മുഅ്മിനീങ്ങൾ എപ്പോഴും അള്ളാഹുവിൻ്റെ റഹ്മത്ത് പ്രതീക്ഷിക്കുന്നവരാണ്. മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് അള്ളാഹു ഖുർആനിൽ പലയിടങ്ങളിലായി അവർ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ പ്രതീക്ഷിക്കുന്നവരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നല്ലദീന ആമനു വല്ലദീന ഹാജറു വജാഹദു ഫീ സബീലില്ലാ ഉലൈക യർജൂന റഹ്മത്തല്ലാഹ്. വിശ്വസിക്കുകയും ഹിജ്റ പോവുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുകയും ചെയ്യുന്നവർ അവർ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ പ്രതീക്ഷിക്കുന്നു എന്ന്. അമ്മൻ ഹുവ ഖാനിത്തുൻ ആനാ അൽ-ലൈലി സാജിദൻ വഖായിമൻ യഹ്ദറുൽ ആഖിറത വയർജു റഹ്മത റബ്ബി. രാത്രി നിസ്കരിക്കുന്ന ആൾക്കാർ അവർ ആഖിറത്തെ പേടിക്കുകയും അവരുടെ റബ്ബിൻ്റെ റഹ്മത്തിനെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു എന്ന്. ധാരാളം ആയത്തുകളിൽ മുഅ്മിനീങ്ങൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ പ്രതീക്ഷിക്കുന്നവരാണ് എന്നുണ്ട്. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് മഗ്ഫിറത്തുണ്ട് എന്ന് അള്ളാഹു ഖുർആനിൽ പലയിടങ്ങളിലായി വാദ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും നമ്മൾ ആഗ്രഹിക്കണം, മുഅ്മിനീങ്ങൾ ആഗ്രഹിക്കേണ്ട ഒരു കാര്യമാണ്. ലഹു മഗ്ഫിറത്തുൻ, അവർക്ക് മഗ്ഫിറത്തുണ്ട് എന്ന് അള്ളാഹു മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിട്ട് പലയിടങ്ങളിലായിട്ട് പറയുന്നുണ്ട്. ഈ 2 കാര്യങ്ങളാണ് ഇമാം സുലൈമാൻ അൽ ജംസൂരി റഹ്മത്തുള്ളാഹി അലൈഹി അള്ളാഹുവിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. അത് പറഞ്ഞിട്ട് അദ്ദേഹം വിഷയത്തിലേക്ക് എടുക്കണം. അൽഹംദുലില്ലാഹി മുസല്ലിയൻ അല മുഹമ്മദിൻ വ ആലിഹി വമൻ തല. ഹംദും സലാത്തും ചൊല്ലുകയാണ്. ഹംദ് എന്ന് പറഞ്ഞാൽ ദിക്റു മഹാസിനിൽ മഹബൂദ് മഹബത്തൻ വ തഅലീമ, അള്ളാഹുവിനെ
സംബന്ധിച്ച് നല്ലത് പറയലാണ്. അള്ളാഹിനെ സ്നേഹിച്ചും ബഹുമാനിച്ചും അള്ളാഹുവിനെ സംബന്ധിച്ച് നല്ലത് പറയുന്നതിനാണ് മഹബത്ത്, ഹംദ് എന്ന് പറയുക. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സലാത്ത് ചെല്ലുന്നു. അസ്സലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങൾ അള്ളാഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്താൻ ആവശ്യപ്പെടുന്നതിനാണ് സലാത്ത് എന്ന് പറയുക. അസ്സലാത്ത് ഭാഷാർത്ഥം ദുആ എന്നാണ്. റസൂലുള്ളാഹിന്റെ മേൽ സലാത്ത് ചെല്ലുക എന്ന് പറഞ്ഞാൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശം അള്ളാഹുവെ മലക്കുടെ സാന്നിധ്യത്തിൽ വെച്ച് നീ മുഹമ്മദ് നബിയെ പുകഴ്ത്തി പറയണേ എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തി പറയാൻ വേണ്ടിയിട്ട് മുഅ്മിനീങ്ങൾ അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നതാണ് സ്വലാത്ത്. വ ആലിഹി വമൻ തല, മുഹമ്മദ് നബിക്കും വ ആലിഹി നബിയുടെ ആലിനും, ആലി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശം അത്ബാ ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്ന ആൾക്കാർ. അത്ബാഉ മില്ലത്തി ആലു നബിയ്യിഹുമു അത്ബാഉ മില്ലത്തിഹി മിനൽ ആജിമി വസ്സൂദാനി വൽ അറബി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്ന ആരെല്ലാം ഉണ്ടോ, അറബിയാകട്ടെ അനറബിയാകട്ടെ, അവരെല്ലാം ആലാണ്, റസൂലുള്ളാഹിന്റെ അത്ബാ ആണ്. അവർക്കും സലാത്തും സലാമും ഉണ്ടാകട്ടെ എന്ന് ഇമാം സുലൈമാൻ അൽ ജംസൂരി റഹ്മത്തുള്ളാഹി അലൈഹി ദുആ ചെയ്യുകയാണ്. സുലൈമാൻ ഇബ്നു ഹുസൈൻ അൽ ജംസൂരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഹിജറ 1165 ജനിച്ച പണ്ഡിതനാണ്. ഹിജറ 1208 മുമ്പായി മരണപ്പെട്ടു. അദ്ദേഹം മരണപ്പെട്ട ഡേറ്റ് കൃത്യമായി പണ്ഡിതന്മാരാരും രേഖപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹം രചിച്ച ഒരു ചെറിയ ഗ്രന്ഥമാണ് തുഹ്ഫത്തുൽ അത്ഫാൽ. അതാണ് അദ്ദേഹം പറയുന്നത്, വബഅദു ഹാദൻ നൾമു ലിൽ മുരീദി ഫിന്നൂനി വത്തൻവീനി വൽ മുദൂദി സമ്മൈതുഹു ബി തുഹ്ഫത്തിൽ അത്ഫാലി അൻ ശൈഖിനൽ മീഹിയ്യി ദിൽ കമാലി. ഇത് ഈ നൾമ് അദ്ദേഹം തജ്വീദ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എഴുതിയ ഗ്രന്ഥം നൾമാണ്, കവിതയാണ്. കവിതയിലൂടെയാണ് അദ്ദേഹം തജ്വീദിൻ്റെ നിയമങ്ങൾ എഴുതിയിട്ടുള്ളത്. പണ്ഡിതന്മാരുടെ ഒരു പ്രത്യേക താല്പര്യമാണ് ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട മത്നുകളുടെ നെളുമ് ക്രോഡീകരിക്കുക എന്നുള്ളത്. കാരണം വിദ്യാർത്ഥികൾക്ക് നെളുമ് പഠിക്കാൻ ഏറെ എളുപ്പമാണ്. അത് പെട്ടെന്ന് മനസ്സിൽ നിൽക്കാനും പഠിക്കാനും എളുപ്പമായതുകൊണ്ട് ഇങ്ങനെയുള്ള മത്നുകളെ പണ്ഡിതന്മാരെന്തെയും നെളുമാക്കും. അതേപോലത്തെ ഒരു ചെറിയ നെളുമാണ് സുലൈമാൻ ഇബ്നു ഹുസൈൻ അൽ ജംസൂരി റഹ്മത്തുള്ളാഹി അലൈഹി തജ്വീദിലും ക്രോഡീകരിച്ചിട്ടുള്ളത്. ഈ നെൽമ് തുഹ്ഫത്തുൽ അത്ഫാലിന്റെ നെൽമ്, അതിന്റെ ബഹർ റജസാണ്, റജസിന്റെ ബഹർ. അറബി ഭാഷയിൽ ഒരുപാട് ബഹറുകളുണ്ട്, 16ഓളം ബഹറുകൾ അറബി ഭാഷയിലുണ്ട്. ഒന്ന് റജസ്, തൊവീല്, ബസീത്ത്, വാഫിർ, കാമില്, ഇതൊക്കെ അറബി ഭാഷയിലെ ബഹറുകളാണ്. അതിൽ ഏറ്റവും സിമ്പിളായ ബഹറാണ് റജസ്. പെട്ടെന്ന് നമുക്ക് പഠിക്കാനും എളുപ്പമാണ്, കവിത ഉണ്ടാക്കാനും എളുപ്പമാണ്. കാരണം അതിൻ്റെ തഫായിൽ സിമ്പിളാണ്. മുസ്തഫ്ഇലുൻ 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 മുസ്തഫ്ഇലുൻ, ഇതാണ് അതിൻ്റെ തഫായിൽ. അറബി ഭാഷയിൽ 16 ബഹറുകളും 8 തഫായിലുകളാണുള്ളത്. തഫായിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ രീതി. ഇപ്പം മുസ്തഫ്ഇലുൻ 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 മുസ്തഫ്ഇലുൻ, 8 തഫായിലുകളാണ്. തഫായിൽ എന്നാണ് ഇതിന് പറയുക, ഈ രീതിക്ക് പറയുക. ഫഊലുൻ മഫായിലുൻ മുഫാഅലത്തുൻ ഫായിലാത്തുൻ ഫായിലുൻ മുതഫായിലുൻ മുസ്തഫ്ഇലുൻ മഫ്ഊലാത്തു, ഇതാണ് 8 തഫായിലുകൾ. അതിലൊരു തഫായിലാണ് മുസ്തഫ്ഇലുൻ 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 മുസ്തഫ്ഇലുൻ. അപ്പം റജസ് എന്ന ബഹറിൽ ആണ് ഇമാം സുലൈമാൻ അൽ ജംസൂരി റഹ്മത്തുള്ളാഹി അലൈഹി കവിതയെ ക്രോഡീകരിച്ചിട്ടുള്ളത്. ആർക്ക് വേണ്ടിയാണ് ക്രോഡീകരിച്ചിട്ടുള്ളത്? ലിൽ മുരീദി ഫിന്നൂനി വത്തൻവീനി വൽ മുദൂദി, നൂനിനെയും തൻവീനിൻ്റെയും മദ്ദുകളുടെയും വിധിവിലക്കുകൾ അറിയാൻ ആഗ്രഹിക്കുന്ന വ്യക്തിക്കാണ്. അദ്ദേഹം മുഖദ്ദിമയിൽ തന്നെ ഈ ഗ്രന്ഥം എന്തിനുള്ളതാണ് എന്ന് പറയാം. അത് പണ്ഡിതന്മാരുടെ എഴുത്തിൻ്റെ ഒരു ശൈലിയാണ്. ബറാഅത്തുൽ ഇസ്തിഹ്ലാൽ എന്നാണ് അതിന് പറയുക. എഴുതുന്ന ആൾ ആ ഗ്രന്ഥം ഏത് വിഷയത്തെ സംബന്ധിച്ചാണ്
ചർച്ച ചെയ്യുന്നത് എന്നത് ആമുഖത്തിൽ സൂചിപ്പിക്കും. അല്ലെങ്കിൽ ഖതീബ് ഖുത്ബ പറയുമ്പോൾ ആമുഖത്തിൽ അവന് ഖുത്ബ പറയാൻ പോകുന്ന വിഷയം ഏത് വിഷയമാണ് എന്ന് സൂചിപ്പിക്കും. അങ്ങനെ സൂചിപ്പിക്കുന്നതിനാണ് ബറാഅത്തുൽ ഇസ്തിഹ്ലാൽ എന്ന് പറയുക. ഇവിടെ സുലൈമാൻ അൽ ജംസൂരി റഹ്മത്തുള്ളാഹി അലൈഹി കിതാബിൽ മുഖദ്ദിമയിൽ സൂചിപ്പിക്കുകയാണ്, വബഅദു ഹാദാ നൾമു ലിൽ മുരീദി ഫിന്നൂനി വത്തൻവീനി വൽ മുദൂദി. നൂനിൻ്റെയും തൻവീൻ്റെയും നിയമങ്ങൾ, മദ്ദിൻ്റെയും നിയമങ്ങൾ, ഇത് മാത്രമല്ല അദ്ദേഹം ഈ ഗ്രന്ഥത്തിൽ ചർച്ച ചെയ്യുന്നത്, മറ്റു അഹ്കാമുകളും ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ അത് മാത്രം സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ ഈ സംസാരത്തിലൂടെ ഇമാം സുലൈമാൻ അൽ ജംസൂരി റഹ്മത്തുള്ളാഹി അലൈഹി ചർച്ച ചെയ്യുന്ന വിഷയം തജ്വീദാണെന്ന് കിട്ടി. എന്താണ് തജ്വീദ് എന്നത് ഇനാം ഉസ്താദ് വിശദമായി സംസാരിച്ചു അല്ലേ. ഇഖ്റാജു അൽ ഹുറൂഫ് മിൻ മക്കാനിഹി അസ്സഹീഹ്, ഹർഫുകളെ അതിൻ്റെ സഹിയായ മക്കാനിൽ നിന്നും ഇഖ്റാജ് ചെയ്യലാണ്, പുറത്തു കൊണ്ടുവരലാണ് തജ്വീദ് പഠനം. എങ്ങനെ? മാ ഇഅ്താഇഹി ഹക്കഹ വ മുസ്തഹക്കഹ, അതിൻ്റെ ഹക്കും മുസ്തഹക്കും നൽകിക്കൊണ്ട്. ഓരോ ഹർഫിനും ഹക്കുണ്ട് മുസ്തഹക്കുണ്ട്, അതും ഇന്നാം ഉസ്താദ് വിശദീകരിച്ചിട്ടുണ്ടാവും. ഹക്കും നൽകണം, മുസ്തഹക്കും നൽകണം. ഉദാഹരണത്തിന് ഖാഫ്, ഖാഫ് അതിൻ്റെ ഹക്ക് എന്താണ്? ഇസ്തിഅലാൻ്റെ ഹർഫാണ്. അതിൻ്റെ മുസ്തഹക്ക് എന്താണ്? തഫ്ഹീമാണ്. കാഫ് അതിൻ്റെ ഹക്ക് എന്താണ്? ഇസ്തിഫാലാണ്. ഇസ്തിഅലാൻ്റെ ഓപ്പോസിറ്റ് ഇസ്തിഫാലാണ്. അതിൻ്റെ മുസ്തഹക്ക് തർക്കീക്കാണ്. ഇതാണ് ഹക്കും മുസ്തഹക്കും. ഹക്ക് എന്ന് പറഞ്ഞാൽ ലാസിമായ സിഫത്ത്, മുസ്തഹക്ക് എന്ന് പറഞ്ഞാൽ ആരിലായ സിഫത്ത്. മുസ്തഹക്ക് ചിലപ്പോൾ മാറാം, ഹക്ക് ലാസിമായ സിഫത്താണ്, എപ്പോഴുള്ള സിഫത്ത്. അത് ഇൻഷാ അല്ലാഹ് നമ്മൾ ജസരിയ പഠിക്കുമ്പോൾ അതിൽ പഠിക്കും. നിങ്ങൾ ജസരിയ പഠിക്കുന്നവരുണ്ടല്ലോ അല്ലേ? ബി4കാർ ജസരിയ പഠിക്കുന്നില്ലേ? അതിൽ മഖാരിജുൽ ഹുറൂഫും സിഫാത്തുൽ ഹുറൂഫും പ്രത്യേകം ചർച്ച ചെയ്യുന്നുണ്ട്. തുഹ്ഫത്തുൽ അത്ഫാലിൽ ചർച്ചയില്ല. അത് ഇൻഷാ അല്ലാഹ് അടുത്ത ദായിമീറ്റിയിൽ, മറ്റൊരു ദായിമീറ്റിയിൽ ഇൻഷാ അല്ലാഹ് ജസരിയയുടെ ശർഹ് നമുക്ക് നിശ്ചയിക്കുമ്പോൾ അവിടെ മഖാരിജുൽ ഹുറൂഫും സിഫാത്തുൽ ഹുറൂഫും പഠിക്കുക. മഖാരിജുൽ ഹുറൂഫും സിഫാത്തുൽ ഹുറൂഫും, ഇതാണ് തജ്വീദ്. ഒന്നാമത് ഇഖ്റാജു അൽ ഹുറൂഫി മിൻ മക്കാനിഹി അസ്സഹീഹ് മഖാരിജുൽ ഹുറൂഫ് പഠിക്കലാണ്. മാ യഅ്താഹി ഹക്കഹ മുസ്തഹക്കഹ സിഫാത്തുൽ ഹുറൂഫ് പഠിക്കലാണ്. ഇത് രണ്ടും ജസരിയയിലുണ്ട്. അപ്പോൾ ജസരിയ പഠിക്കുന്ന വിദ്യാർത്ഥി ഇത് രണ്ടും ശ്രദ്ധിക്കുക. ഹക്കും മുസ്തഹക്കും നൽകലാണ് തജ്വീദ്. അതിൻ്റെ നിയമങ്ങളും പണ്ഡിതന്മാർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞു. തജ്വീദ് പഠനം എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളത് പണ്ഡിതന്മാർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസം നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. വാജിബാണെന്ന് തജ്വീദിൻ്റെ ഉലമാക്കൾ എല്ലാവരും തജ്വീദ് പഠിക്കൽ വാജിബാണ് എന്ന അഭിപ്രായക്കാരാണ്. ഫുഖഹാക്കളിൽ മുഹഖിഖീങ്ങൾ പണ്ഡിതന്മാർ വാജിബായതുകൊണ്ട് മുസ്തഹബായതുണ്ട് എന്നാണ്. ജലിയായ ലഹനുള്ളതാണ് എങ്കിൽ വാജിബാണ്, ജലിയായ ലഹനുമായി ബന്ധപ്പെട്ട അഹ്കാം പഠിക്കൽ വാജിബാണ്, ഖഫിയായ ലഹനുമായി ബന്ധപ്പെട്ടത് പഠിക്കൽ മുസ്തഹബാണ് എന്നിങ്ങനെ രണ്ടിനെയും ജമ്മ് ചെയ്ത് പറഞ്ഞ പണ്ഡിതന്മാർ. അദ്ദേഹത്തിനിട്ട പേര് തുഹ്ഫത്തുൽ അത്ഫാൽ. എൻ്റെ പൂർണ്ണമായ പേര് തുഹ്ഫത്തുൽ അത്ഫാലി വൽ ഗിൽമാൻ ഫി അഹ്കാമിൽ ഖുർആൻ. ഇതാണ് കിതാബിൻ്റെ പൂർണ്ണമായ പേര്, തുഹ്ഫത്തുൽ അത്ഫാലി വൽ ഗിൽമാൻ. അത്ഫാലും ഗിൽമാൻ ഒരേ അർത്ഥം. ഗുലാമിൻ്റെ ജംഅ് ഗിൽമാൻ, തിഫുലൻ ജംഅ് അത്ഫാൽ, കുട്ടി എന്നർത്ഥം. കുട്ടികൾക്കുള്ള തുഹ്ഫയാണിത്. തുഹ്ഫ എന്ന് പറഞ്ഞാൽ അശ്ശൈഉൽ ഹസൻ, നല്ല കാര്യത്തിന് തുഹ്ഫ എന്ന് പറയും. അല്ലെങ്കിൽ അൽ ഖിത്അത്തുൽ ഫാഖിറത്തു സമീന, നല്ല വിലപിടിപ്പുള്ള മുന്തിയ വസ്തുക്കൾക്കും തുഹ്ഫ എന്ന് പറയും. വിദ്യാർത്ഥികൾക്കുള്ള ഒരു തുഹ്ഫയാണിത്, ഒരു ഗിഫ്റ്റാണ്. ആരാണ് അത്ഫാൽ? കുട്ടികൾ, ചെറിയ മക്കളാണോ? അല്ല, കുട്ടികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഫന്നിൽ കുട്ടികളാണ്. നമ്മളൊക്കെയാണ്, നമ്മളൊക്കെ ഈ ഫന്നിൽ കുട്ടികളാണ്. ഇപ്പം അറിയാത്ത ആൾക്കാരാണ് നമ്മൾ. ഇമാം സുലൈമാൻ ഇബ്നു ഹുസൈൻ അൽ ജംസൂരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തുഹ്ഫത്തുൽ അത്ഫാൽ എന്ന ഈ ഗ്രന്ഥത്തിന് ഒരു ശറഹുണ്ട്, ഫത്ഹുൽ അഖ്ഫാൽ ബിശറഹി തുഹ്ഫത്തുൽ അത്ഫാൽ എന്നാണ് കിതാബിൻ്റെ പേര്. ആ കിതാബിൽ അദ്ദേഹം ബിതുഹ്ഫത്തുൽ അത്ഫാലി എന്ന ഭാഗം വിശദീകരിച്ചിട്ട് പറഞ്ഞു, ഇവിടെ അത്ഫാൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നെപ്പോലുള്ള വിദ്യാർത്ഥികളാണ്. സുബ്ഹാനല്ലാഹ്, അദ്ദേഹത്തിൻ്റെ വിനയാണത്. അദ്ദേഹത്തെ പോലുള്ള വിദ്യാർത്ഥികളാണ് എന്ന് അദ്ദേഹം പറയാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഈ വിഷയത്തിൽ വിദ്യാർത്ഥികളാണ്, കുട്ടികളാണ്.
തുഹ്ഫത്തുൽ അത്ഫാൽ. അൻ ശൈഖിന അൽ മീഹി ദിൽ കമാലി, അദ്ദേഹത്തിന്റെ ഷെയ്ഖ് അൽ മീഹിയിൽ നിന്നുമാണ് ഇത് അദ്ദേഹം എടുത്തത്. ദിൽ കമാൽ, കമാലുടയ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ മാനസികമായ പൂർണ്ണത. നിരുപാധിക പൂർണ്ണത ആർക്ക് മാത്രമേ ഉള്ളൂ? അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. ദിൽ കമാൽ, ദുൽ കമാൽ, കമാലുടയവൻ, പൂർണ്ണതയുടയവൻ എന്ന സുലൈമാൻ അൽ ജംസൂരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ പ്രയോഗത്തെ പണ്ഡിതന്മാർ നിരൂപണം ചെയ്തിട്ടുണ്ട്. ആ പ്രയോഗം ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹ്ക്ക് മാത്രം പറഞ്ഞ പ്രയോഗമാണ് പൂർണ്ണതയുടയവൻ. സൃഷ്ടികൾ ഒരിക്കലും പൂർണ്ണരല്ല. മാത്രമല്ല ഈ ദുൽ കമാൽ എന്നതിന് ഫതഹു അൽ അഖ്ഫാൽ ബിശറഹി തുഹ്ഫത്തുൽ അത്ഫാൽ എന്ന ഗ്രന്ഥത്തിൽ സുലൈമാൻ അൽ ജംസൂരി റഹ്മത്തുള്ളാഹി അലൈഹി ശറഹ് ചെയ്തപ്പോഴും കുറച്ച് ഓവറായി. അദ്ദേഹത്തിന്റെ ഉസ്താദിനെ കുറിച്ച് പറഞ്ഞപ്പോൾ കുറച്ച് ഓവറായി അങ്ങ് സംസാരിച്ചു. അതിനെയും പണ്ഡിതന്മാർ നിരൂപണം ചെയ്തു. അതും പറഞ്ഞത് ശരിയായിട്ടില്ല. കവിതയിൽ ദുൽ കമാൽ പറഞ്ഞതും ശരിയായിട്ടില്ല. അതിന് അദ്ദേഹം തന്നെ ഷെറ ചെയ്തിട്ട് എല്ലാ വിശേഷണങ്ങളും ഒത്തതായ ഉസ്താദ് എന്ന അദ്ദേഹത്തിന്റെ ഉസ്താദിനെ സംസാരിച്ചപ്പോൾ ഓവറായി സംസാരിച്ചു. അതും ശരിയായിട്ടില്ല എന്ന് പണ്ഡിതന്മാർ നിരൂപണം ചെയ്തു. പിന്നെ ശരിയായ പ്രയോഗം എന്താണ്? മനുഷ്യന് യോജിച്ച രീതിയിലുള്ള കമാലാണ് അതുകൊണ്ട് ഉദ്ദേശം, അല്ലാതെ നിരുപാധികമുള്ള പൂർണ്ണതയല്ല. ഇത് പണ്ഡിതന്മാരുടെ ഒരു വിനയത്തിന്റെ ഭാഗമാണ്. ഇത് ഞാൻ പഠിച്ചെടുത്ത ഇൽമ് എന്നല്ല പറഞ്ഞത്, എൻ്റെ ഉസ്താദിൽ നിന്നും ഞാൻ പഠിച്ചത്, എൻ്റെ ഉസ്താദ് എന്നെ പഠിപ്പിച്ചത്. വിനയാണത്. ഇൽമിന്റെ അഹിൽകാരിലേക്ക് ചേർക്കാൻ. എനിക്കെല്ലാം തിരിഞ്ഞ് ഞാനെല്ലാം പഠിച്ച് കണ്ടില്ല, ഞാൻ പഠിച്ചെടുത്ത വിഷയം പറഞ്ഞുതരാന്നല്ല പറയുന്നത്, മറിച്ച് അൻ ശൈഖിൻ അൽ മിഹി ദിൽ കമാലി. അൽ മീഹി എന്നുള്ളത് മീഹ്, അൽ മീഹ്, മീഹി എന്ന നാട്ടിലേക്ക് ചേർത്തിട്ടാണ് മീഹി എന്ന് പറയുന്നത്. ചില നുസ്ഖകളൊക്കെ മൈഹ് എന്നുണ്ട്, അത് തെറ്റാണ്. ചില പണ്ഡിതന്മാർ മൈഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് തെറ്റാണ്. ഐമൻ സുവൈദിനെ പോലുള്ളവരൊക്കെ അത് മൈഹാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് തെറ്റാണെന്നാണ് പണ്ഡിതന്മാരുടെ വിലയിരുത്തൽ. കാരണം ഈ നാട് മീഹി എന്ന പേരാണ് അറിയപ്പെടുന്നത്. അതിലേക്ക് ചേർത്ത മീഹി, അതിൻ്റെ ഷെയ്ഖ് നൂറുദ്ദീൻ അലി ഇബ്നു ഉമർ അൽ മീഹി. നൂറുദ്ദീൻ അലി ഇബ്നു ഉമർ അൽ മീഹി. ഹിജ്റ 1204 അദ്ദേഹം മരണപ്പെടുന്നത്. ആ ഉസ്താദിൽ നിന്നുമാണ് ഈ ഇൽമു സ്വീകരിക്കുന്നത്. പണ്ഡിതന്മാർക്ക് രണ്ട് അഭിപ്രായമുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഈ പേര് തുഹ്ഫത്തുൽ അത്ഫാൽ വൽ ഗിൽമാൻ ഫി അഹ്കാമിൽ ഖുർആൻ എന്ന പേര് പറഞ്ഞു കൊടുത്തത് അദ്ദേഹത്തിന്റെ ഉസ്താദ് മീഹിയാണ് എന്നും അഭിപ്രായമുണ്ട്. ഈ തജ്വീദ് പാഠങ്ങൾ അദ്ദേഹം പഠിച്ചെടുത്തത് നൂറുദ്ദീൻ അലി ഇബ്നു ഉമർ അൽ മീഹി എന്ന ഉസ്താദിൽ നിന്നുമാണ് എന്ന്. അൻ ശൈഖിന എന്ന പ്രയോഗത്തിൽ ഉസ്താദിനെ എത്രത്തോളം ബഹുമാനിക്കുന്നുണ്ട്, ആദരിക്കുന്നുണ്ട് എന്നും കിട്ടുന്നുണ്ട്. മീഹിയിൽ നിന്നും പഠിച്ചതല്ല, അൻ ഷെയ്ഖിന, നമ്മുടെ ഷെയ്ഖായ മീഹിയിൽ നിന്നുമാണ് പഠിച്ചത്. അപ്പം എത്രത്തോളം അദ്ദേഹത്തിന്റെ ഉസ്താദിനെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ആ വരികളിൽ നിന്നും വായിച്ചെടുക്കാൻ പറ്റുമെന്നാണ്. ഇതെല്ലാ പണ്ഡിതന്മാരുടെയും രീതിയാണ്. ഇൽമിന്റെ അഹ്ലുകാരിലേക്ക് ചേർക്കുക. അത് പറയേണ്ടവർ ആലിമീങ്ങളാണ്. ദീനിന്റെ ഉത്തരവാദികൾ ആലിമീങ്ങളാണ്. ഇൽമിന്റെ അവകാശികൾ ആലിമീങ്ങളാണ്. അവരാണ് ദീൻ പറയേണ്ടത്. അപ്പോൾ അവരിലേക്ക് ചേർത്തി പറയുക. നമ്മൾ ഇമാം അബ്ദുറഹ്മാൻ നാസിർ സഅദിയുടെ അൽ ഖവാഇദുൽ ഫിഖ്ഹിയ പഠിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞില്ലേ, വഹാദിഹി ഖവാഇദുൻ നളംതുഹാ മിൻ കുതുബി അഹ്ലിൽ ഇൽമി ഖദ് ഹസ്സൽതുഹാ. അല്ലേ, ഈ കവിതകളൊക്കെ ഞാൻ പണ്ഡിതന്മാരുടെ ഗ്രന്ഥത്തിൽ നിന്ന് എടുത്തതാണ്. ഞാൻ പഠിച്ച് ഞാൻ മനസ്സിലാക്കിയത് പറയാന്നല്ല പറഞ്ഞത്, മറിച്ച് ഗ്രന്ഥങ്ങളിൽ നിന്ന് ഞാൻ എടുക്കാണ്. ഇത് ദുആ ചെയ്യാണ്. ജസാഹുമുൽ മൗല അലീമൽ അജ്രി വൽ അഫ്വ മഅ ഉഫ്രാനിഹി വൽ ബിർരി. പണ്ഡിതന്മാർക്ക് വേണ്ടി ദുആ ചെയ്യാണ്. അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അസ്സഅദി റഹ്മത്തുള്ളാഹി അലൈഹി. ഖൈർ. അർജു ബിഹി അൻ യൻഫഅത്തുല്ലാബ വൽ അജ്റ വൽ ഖബൂല വസ്സവാബ. മുഖദ്ദിമയിലെ ലാസ്റ്റ് വരി അദ്ദേഹം മുഖദ്ദിമ ആരംഭിച്ചത് യഖൂലു റാജി റഹ്മത്തിൽ ഗഫൂരി. മുഖദ്ദിമ അവസാനിപ്പിച്ചതും അർജു ബിഹി, റജാ ആണ്. ഒരു മുഅ്മിന്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവേണ്ട ഒരു സിഫത്താണ് അർ റജാ. റജാ അല്ലേ, റജാ ഉണ്ടാകുമ്പോഴാണ് മുഅ്മിന്റെ 3 കാര്യങ്ങൾ എപ്പോഴും മുഅ്മിന്റെ കൂടെ ഉണ്ടാവേണ്ടത്. പ്രത്യേകിച്ച് ഇബാദത്തിന്റെ ഭാഗമായിട്ട്, ഇബാദത്തിന്റെ റുക്കനായി പറയുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഖൗഫ്, റജാ, മഹബത്ത്. റജാ വേണം. ഇവിടെ അദ്ദേഹം വീണ്ടും പറയാം, അർജു ബിഹി, ഞാൻ അല്ലാഹുവിൽ പ്രതീക്ഷിക്കുകയാണ്, യൻഫഅത്തുല്ലാബ, ഈ കിതാബ് തുല്ലാബിന് ഉപകരിക്കണം എന്ന്. അദ്ദേഹത്തിന് ദുആ അല്ലാഹു സ്വീകരിച്ചു. തുഹ്ഫത്തുൽ അത്ഫാൽ ഇല്ലാത്ത ഹാഫിലിങ്ങൾ ഉണ്ടാവില്ല. തുഹ്ഫത്തുൽ അത്ഫാൽ പഠിപ്പിക്കപ്പെടുന്ന മാഹിദുകൾ, ജാമിയാത്തുകൾ ലോകത്തെമ്പാടുണ്ട്. ലോകപ്രശസ്ത ഒരു ഗ്രന്ഥമായി തുഹ്ഫത്തുൽ അത്ഫാൽ മാറി അള്ളാഹു സ്വീകരിച്ചു. ഒരുപാട് ഷറഹുകൾ. അദ്ദേഹത്തിന്റെ ഷെയ്ഖ് അൽ മീഹി നൂറുദ്ദീൻ അലി ബിൻ ഉമർ അൽ മീഹി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മകൻ മുഹമ്മദ് ബിൻ അലി ബിൻ ഉമർ അൽ മീഹിക്ക് ഇതിന് ഷറഹുണ്ട്. അദ്ദേഹത്തിന്റെ ഉസ്താദിന്റെ മകന് തുഹ്ഫത്തുൽ അത്ഫാലിന് ഷറഹുണ്ട്. ആ കിതാബിന്റെ പേര്
ഫതുഹുൽ മലിക്കിൽ മുതആൽ ഫി ശറഹി തുഹ്ഫത്തുൽ അത്ഫാൽ. ആ ഷറഹ് അവലംബിച്ചിട്ടാണ് സുലൈമാൻ അൽ ജംസൂരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഷറഹ് ഫത്ഹു അൽ അഖ്ഫാൽ ബി ശറഹി തുഹ്ഫത്തുൽ അത്ഫാൽ എന്ന ഗ്രന്ഥം ഷറഹ് ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഈ ഗ്രന്ഥത്തിൽ പ്രധാനമായും അവലംബിച്ചത് എൻ്റെ ഷെയ്ഖിന്റെ മകൻ മുഹമ്മദ് എഴുതിയ ഫത്ഹുൽ മലിക്കിൽ മുതആൽ എന്ന ഗ്രന്ഥമാണ് എന്ന്. എന്തൊരു വിനയാന്നൊക്കെ പണ്ഡിതന്മാരുടേത്. അതൊക്കെ പറയണം. അവർ എവിടുന്നാ കിതാബ് ഇൽമ എടുത്തത്, എങ്ങനെയാ എഴുതിയത്, എന്തിനാ അവലംബിച്ചത് ഒക്കെ തുറന്നു പറയാം. ഇൽമ ഉള്ള ആളായിട്ട് അല്ലെ എല്ലാം. ഇന്നത്തെ തുല്ലാബിന്റെ അവസ്ഥ എന്താണ്? കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ ആൾക്കാരുടെ മുമ്പിൽ വലിയ ഇൽമുള്ള ആളായി ചമയ്യ. ഇങ്ങനെയുള്ള പണ്ഡിതന്മാരുടെ ജീവചരിത്രം പഠിച്ചിട്ട് അതൊക്കെ പാഠം ഉൾക്കൊള്ളേണ്ടതാണ്. അവർ പഠിച്ചെടുത്ത ഇൽമ, അവർക്ക് ഇമാമുമാരാണ്, പക്ഷേ ഇൽമിന്റെ അഹിലകാരിലേക്ക് അവരുടെ ഉസ്താദുമാരിലേക്ക് ചേർത്തി പറയാൻ. എന്നാൽ ഇൽമിന്റെ വിഷയത്തിൽ വളരെ ശിശുക്കളായ ഈ കാലഘട്ടത്തിലെ തുല്ലാബുകൾ കുറച്ച് പഠിക്കുമ്പോഴേക്കും ഓന് പണ്ഡിതന്മാരെ നിരൂപണം ചെയ്യുന്ന പണ്ഡിതന്മാരുടെ മേലെ വരുന്ന വലിയ ശൈഖായി അവരോധിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. അത് ഒരു ഫിത്നയാണ്, ഒരു മുസീബത്താണ്. അൽ അജ്ർ എന്താണ് പ്രതീക്ഷിക്കുന്നത്? അൽ അജ്റ വൽ ഖബൂല വസ്സവാബ. അജ്റിനെയും ഖബൂലിനെയും സവാബിനെയും. അജ്ർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അള്ളാഹിന്റെ ദീന് വേണ്ടി ഖിദ്മത്ത് ചെയ്തു. ഇത് ദീന് വേണ്ടിയുള്ള ഖിദ്മത്താണ്. തജ്വീദിന്റെ പാഠങ്ങൾ ഉമ്മത്തിന് എത്തിച്ചു കൊടുക്കുക എന്നുള്ള വലിയൊരു ഖിദ്മത്താണ്. ഒരു ജോലി ചെയ്തിട്ട് അതിന് പകരം കൂലി വാങ്ങുന്നതിനാണ് അജ്ർ എന്ന് പറയുക. ഒരമൽ ചെയ്തിട്ട് അമലിന് പ്രത്യുപകാരമായി വാങ്ങുന്ന കൂലിക്കാണ് അജ്ർ എന്ന് പറയുക. അൽ ഖബൂൽ എന്ന് പറഞ്ഞാൽ സ്വീകാര്യത. സ്വീകാര്യത ഏതൊരു അമൽ ചെയ്യുമ്പോൾ നമ്മൾ അല്ലാഹുവിനോട് എന്ത് ചെയ്യണം? സ്വീകരിക്കാൻ വേണ്ടി ദുആ ചെയ്യണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കാബ ഉണ്ടാക്കിയിട്ട് ദുആ ചെയ്തില്ലേ? എന്താ ദുആ ചെയ്ത്? റബ്ബന തഖബ്ബൽ മിന്ന, റബ്ബേ നീ ഇത് സ്വീകരിക്കണേ. അദ്ദേഹത്തിന്റെ മക്കളും കൂടി ചേർന്നുണ്ടാക്കിയതാണ്. ദുആ ചെയ്തു. അപ്പോൾ അമൽ ചെയ്തിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യണം, അല്ലാഹുവേ ഞാൻ ചെയ്ത അമല് നീ സ്വീകരിക്കണേ എന്ന് ദുആ ചെയ്യാം. സവാബിനെയും പ്രതീക്ഷിക്കാൻ അള്ളാഹുവിൽ നിന്നും. സവാബ് എന്ന് പറഞ്ഞാൽ ഔദാര്യാണ്, വെറുതെ കൊടുക്കുന്നതാണ്. അജർ അമൽ ചെയ്തതിന് പ്രതിഫലമായി നൽകുന്നതാണ് അജർ. ഔദാര്യം നൽകുന്നതിനാണ് സവാബ് എന്ന് പറയാ. വെറുതെ എക്സ്ട്രാ കൊടുക്കുന്നതിന്. അത് രണ്ടും അള്ളാഹുവിൽ അദ്ദേഹം പ്രതീക്ഷിക്കണം. അജറും സവാബും പ്രതീക്ഷിക്കുകയാണ്. عن مذهبي وعقيدتي رزق الهدى من للهداية يسأل اسمع كلام محقق في قوله لا ينثني عنه ولا